വഴി നിങ്ങൾ വീതി കൂട്ടേ കുറക്കെ അത് എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുമ്പോ ഇമ്പാതിലുള്ള അസൗകര്യങ്ങള് ഞങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? വേണു സാറേ, ഞാൻ മെസ്സേജ് അയച്ചതല്ലേ, അത് നിങ്ങൾ കണ്ടതുമാണ്. കേട്ടാ പറ്റിപ്പോയില്ലേ. ഇമാര് കാര്യങ്ങൾക്ക് മെസ്സേജ് ആണ് അയക്ക. ഹഞ്ജുവിന്റെ ക്ലാസ്സിൽ വന്ന കുട്ടി ആ കുഴിയിൽ വീണ്. അയ്യോ, എന്നിട്ട് കാല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ആ കുട്ടീന്റെ വീട്ടുകാരാ കുറച്ച് അലമ്പാ. അത് നഷ്ടപ്പെടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. നീ 2 ദിവസം കൊണ്ട് ശരിയാക്കാന്ന് ഉണ്ടാക്കിയ കുഴിയല്ലേ ഭീമ? ഇനി നീ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്ക്. അതെ, നിങ്ങൾ ഈ കുട്ടിയോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ല. ഇത് അയാളോട് പറ. ആരോട്? ചേട്ടാ, ഇത് വാട കാണാൻ കുടിച്ചതല്ല, ഓരോന്നിനും ഓരോ പ്രൊസീജിയർ ഇല്ലേ? ചേട്ടാ, ഇതൊരു ആക്സിഡന്റ് അല്ലേ? ഇതാ ആരും വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ. അത് മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചു പോകണം പ്ലീസ്. വെരി സോറി. വടാ, അവന്മാരൊരു വഴിയും അതിലൊരു കുഴിയും. സോറി, ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. എല്ലാം പെട്ടെന്ന് ശരിയാക്കുന്നുണ്ട്. ഞാനൊരു തൽക്കാലം കുറച്ചുകൂടെ ബലമുള്ള പലക കൊണ്ടൊന്ന് ഇവിടെ ഇടാം. സാരില്ല, എന്തായാലും ഇപ്പൊ 2 ആഴ്ചത്തേക്ക് ഞാൻ ക്ലാസ് ഒന്നും നടത്തുന്നില്ല ഇവിടെ. അപ്പൊ കുഴപ്പമില്ല. ശരി. പൊന്ന് ഭീമ, നീ ആ കുഴിക്ക് ചുറ്റും കെട്ടാതെ പാലം പണിയോ പലക ഇട്ടോ ഒന്നും ഒരു കാര്യമില്ലടാ. അത് ഇനി ഇടിയും ഇനി ആള് വീഴും. പോസ്റ്റേപ്പ് പറഞ്ഞേ ഉള്ളേ. ഇനി നിങ്ങളായി, നിങ്ങളുടെ വഴിയായി. ബിസിയാണോ? ഇല്ല, പറഞ്ഞോളൂ. എന്റെ ഇവിടുത്തെ വർക്ക് ഫിനിഷായി. സൺഡേ പോകും. ഇനി ഇവിടെ ഇല്ല. ട്രാൻസ്ഫർ ആണോ? ബൈ പറയാൻ ഞാൻ വന്നു വീട്ടില്. ഭീമനെ കണ്ടില്ല. എവിടേക്കാ? വിജയവാഡ. ഭീമ, ബൈ. കാണാം. നീ അന്ന് ഈ കന്നഡക്കാരനെ പറ്റി ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞേ. എന്തു പറഞ്ഞു? അല്ല, സ്പോർട്സ് ഓൺലി, ഗെയിം ഓൺലി എന്നൊക്കെ ആയിരുന്നല്ലോ. ആ, അതിലെപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അല്ല, അങ്ങനെ കൊച്ചു നാട്ടിൽ പോകട്ടെ, നിനക്കെന്താ കൊണ്ട് ബുദ്ധിമുട്ട്? ഭീമ, നീ ട്രൈ ചെയ്തു, നടന്നില്ല. അതിലിത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പോട്ടെ. അതെനിക്ക് മനസ്സിലാകാത്ത. എൻ്റെ ഈ വിഷമം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അതെന്താണെന്ന് വെച്ചാലേ, പ്രേമം പിടിച്ചിട്ടുണ്ട്.